ശരി, ശ്രീ വസന്ത് സിറിയക്കാർ, ഇതിപ്പം 2 വർഷമായി 2024 നമ്മൾ നിൽക്കുന്നത് 2026 ഇതിന്റെ സ്രോതസ് ഇത് ആരുണ്ടാക്കി, ആരാണ് ഇതിന് പിന്നിൽ? പ്രചരിപ്പിച്ചവർ ഒരുപക്ഷെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കും, പക്ഷെ ഡിജിറ്റൽ ഫുട് പ്രിന്റ്സ് ഒക്കെ ഈ 2 വർഷത്തിനിപ്പുറം കണ്ടെത്താൻ കഴിയും എന്ന പ്രതീക്ഷ കോൺഗ്രസിനുണ്ടോ? തീർച്ചയായും അന്വേഷണ സംഘത്തിന് അതുണ്ട്. കാരണം നമ്മൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇറയിലാണ് ഇപ്പോഴുള്ളത് ലോകമാകെ, പ്രത്യേകിച്ച് ഇന്ത്യയും കേരള പോലീസും ഒക്കെ. കേരള പോലീസിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഞാനൊരു കടത്തി പറഞ്ഞാൽ അവരൊരു ഒബീഡിയൻ ഡോഗാണ്. നല്ല യജമാനെ അനുസരിക്കുന്ന ഏറ്റവും മികച്ച ഹൈ ക്ലാസ് ഇനം ഡോഗ്സാണ് അവർ. അവരെ കൃത്യമായി കയറൂരി വിട്ടാൽ എങ്ങനെയാണ് അന്വേഷിക്കേണ്ടതെന്നും എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതെന്ന് അവർക്കറിയാം. ഇപ്പോൾ തൂഫാനും ഓപ്പറേഷൻ ടി ഹണ്ടും ഒക്കെ നമ്മൾ കാണുന്നില്ലേ, എത്ര കൃത്യമായാണ്. അതിനു മുമ്പ് എന്നും പഴികെട്ടുകൊണ്ടിരുന്ന കേരള പോലീസ് ഇപ്പോൾ എത്ര വൃത്തിക്കാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ആ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന റെക്കോർഡും മറ്റുള്ള കാര്യങ്ങളും അതിൻ്റെ ശാസ്ത്രീയ പരിശോധനയൊക്കെ നടക്കുമ്പോൾ ഈ അന്വേഷണം ആരാണ് രൂപീകരിച്ചതെന്ന് മാത്രമല്ല, അത് ഉണ്ടാക്കാൻ നിർദ്ദേശം കൊടുത്തത് ആരാണ് എന്നുകൂടി വ്യക്തമാകും. അന്ന് അങ്ങേക്ക് ഓർമ്മയുണ്ടല്ലോ, ഒരു ഇടതുപക്ഷവുമായി ചേർന്ന് നിൽക്കുന്ന മാധ്യമപ്രവർത്തകയ്ക്കായിരുന്നു അവിടുത്തെ PR-ൻ്റെ ഉത്തരവാദിത്വം. അതിനുശേഷം പിന്നീട് അവർ പൈസ കൊടുത്തില്ലെന്നൊക്കെ പറഞ്ഞൊരു വിവാദം ഉണ്ടാകുന്ന ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ 6 നിർദ്ദേശപ്രകാരമാണ് ആ വാർ റൂമിൽ നിന്നാണോ ഇത് പുറത്തു വന്നത്? ഇനി നേരത്തെ രാജേഷ് വലിയ വായിൽ ചോദിക്കുന്നുണ്ടായിരുന്നു, ഉത്തരവാദി ആരാണ്? വലിയ ഉന്നതനുണ്ട്, ഉന്നതനാണോ ഉന്നതയാണോ എന്നുള്ളത് കൂടി അറിയേണ്ടതുണ്ട്. അതുകൂടി ഞാൻ ബാക്കി വെക്കുകയാണ്. അത് പോലീസ് തെളിയിക്കട്ടെ. ഉന്നതയുടെ നിർദ്ദേശപ്രകാരമാണോ, അല്ല ഉന്നതയാണോ എന്ന് കൂടി അറിയണം. ആ പ്രശ്നമുണ്ട്. ഉന്നതയാണോ അതിന് നിർദ്ദേശം കൊടുത്തത് എന്നത് കൂടി അറിയണം. അത് പോലീസ് അറിയിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പണി ഏൽപ്പിച്ച് SIT ഇൻവെസ്റ്റിഗേഷൻ ഏൽപ്പിച്ച് ഒരാഴ്ചക്കുള്ളിൽ അവർ ആദ്യത്തെ 1-2 അറസ്റ്റുകൾ നടത്തിയല്ലോ. അതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിലെ ഫസ്റ്റ് ഓൺ ഹാൻഡ് ഇൻഫർമേഷൻ കേരളത്തിൻ്റെ മുമ്പിലേക്ക് വെച്ചല്ലോ. ഞാൻ ചോദിക്കുന്നത്, ഈ ഇടതുപക്ഷം എന്ന് ആരെയും പറഞ്ഞു, ഞാൻ ആരെയും കൂടെ തിരുത്താൻ താല്പര്യപ്പെടുകയാണ്. ഈ CPM ഒന്നും ഇടതുപക്ഷമല്ല. എന്ത് ഇടതുപക്ഷം? 4 വോട്ടിന് വേണ്ടി വർഗീയ കാഫർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കുന്നവരാണോ ഇടതുപക്ഷം? മലപ്പുറത്തെ പോലെ ഒരു ജില്ലയെ അവഹേളിച്ചിട്ട് ഒരാൾ വരുമ്പോൾ അയാളെ കാറൊക്കെ നടത്തുന്നതാണോ ഇടതുപക്ഷം? അയ്യപ്പൻ്റെ സ്വർണ്ണം അടിച്ചുകൊണ്ട് പോകുന്നവരാണോ ഇടതുപക്ഷം? അവിടെ കയറാൻ വിശ്വാസികളായ സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനം കൊടുത്ത ശേഷം ആ വിശ്വാസികളല്ലാത്ത സ്ത്രീകളെ നിർബന്ധിച്ച് അവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കണ്ണും കെട്ടി ശബരിമലയിൽ കയറ്റുന്നതാണോ ഇടതുപക്ഷം? അതാണോ ഇടതുപക്ഷ ആശയധാര? അല്ലല്ലോ. ഇടതുപക്ഷ ആശയധാരയുമായി യാതൊരു, ഇപ്പോൾ ഈ പാലിൻ്റെയും മോരിൻ്റെയും ബന്ധം പോലും ആർക്കില്ല, CPM-നില്ല. അതുകൊണ്ട് ഇടതുപക്ഷം എന്ന് പറയണ്ട, CPM എന്ന് പറയുന്നതായിരിക്കും ശരി. CPM കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവൻ, ഞാൻ നേരത്തെ കാരശ്ശേരി മാഷ് അത് കോട്ട് ചെയ്തു. എന്നാൽ ഞാൻ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാം. അതായത് ഈ ഉപതെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് CPM നടത്തി വരുന്ന അവസാന ഘട്ടത്തിലെ ഒരു ബോംബ് ബ്ലാസ്റ്റിംഗ് പരിപാടിയുണ്ട്. അത് ഈ തൃക്കാക്കരയിൽ നമ്മൾ കണ്ടു. ഡോക്ടർ ജോ ജോസഫിൻ്റെ എന്തോ വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കരയുന്നത് അതൊക്കെ അങ്ങേക്ക് ഓർമ്മയുണ്ടല്ലോ. അതിനുശേഷം ആ കേസിൽ എന്താണ് മുമ്പോട്ട് പോകാൻ സാധിച്ചത്? പിന്നീട് എറണാകുളത്ത് തന്നെ മറ്റൊരു ലേഡി നേതാവുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ ഇത് സൈബർ ആക്രമണം ഉണ്ടാവുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് വന്നില്ലേ? ഏതെങ്കിലും UDF-കാർ പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. എല്ലാ കാലത്തും ഒരു പുകമറ സൃഷ്ടിക്കുക, പ്രത്യേകിച്ച് ഇലക്ഷൻ്റെ അവസാനത്തെ ആഴ്ചകളിൽ ഒരു പുകമറ സൃഷ്ടിക്കുക. എന്നിട്ട് ആ പുകമറ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അതിൽ നിന്ന് ലാഭം ഊറ്റിയെടുക്കുക എന്നുള്ള പോളിസിയാണ് CPM പഠിച്ചു വെച്ചിരിക്കുന്നതും ചെയ്തു വരുന്നതും. പക്ഷേ എന്നെ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം, ഇവരിത് നടത്തിയിട്ട് ഒരിടത്തും ഇവർ വിജയം കണ്ടിട്ടില്ല. ഇപ്പോൾ കാരശ്ശേരി മാഷും അത് സൂചിപ്പിച്ചു, ആര്യം അത് പറഞ്ഞു. ഇപ്പോൾ ഈ വടകരയിലാട്ടെ അല്ലെങ്കിൽ തൃക്കാക്കരയിലാട്ടെ പുതുപ്പള്ളിയിലാട്ടെ ഒരു സ്ഥലങ്ങളിലും ഇവർ ഈ പറയുന്ന ഈ പണി നടത്തിയിട്ട് ഇവർക്ക് വിജയം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലെന്നേ. പിന്നെയും എന്താണ് ഇവർ അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നീട് രാജേഷ് പറഞ്ഞു, ഞങ്ങൾ തിരുത്തുന്നവരാണ്. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഞങ്ങൾ തിരുത്തുന്നവരാണ് അത്രയും. അപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു, വെള്ളാപ്പള്ളി ഗണേശനെ കാറ് കയറ്റിയത് ശരിയായില്ല എന്നാണ് സംസ്ഥാന കമ്മിറ്റി യോഗം അവലോകനം നടത്തിയത്. പിന്നീട് അതിൻ്റെ പിറ്റേ ദിവസം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അത് ശരിയാണ്. ഇന്ന് MV ഗോവിന്ദൻ പറയാണ് അതിൻ്റെ അകത്ത് കുഴപ്പമില്ലെന്ന്. എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കണേ എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ സിനിമ ഡയലോഗ്? അതുപോലെ ഇവരെവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കണ്ടേ? നിങ്ങളാണോ തിരുത്തുന്നവരായി മാറുന്നത്? നിങ്ങളാണോ ശബരിമല കൊള്ളയിൽ പ്രതിയാക്കപ്പെട്ട പത്മകുമാറിനെ സംരക്ഷിച്ചതാണ് പാർട്ടി തോൽവിയിലേക്ക് പോകാൻ കാരണം എന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് റിപ്പോർട്ടിംഗ് നടത്തിയതിനു ശേഷം അതേ പത്മകുമാറിനെ